ഹലോ, എല്ലാവർക്കും ബി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോയിട്ട് ജിമ്മിൽ പോയിട്ട് വന്നതാണ്. ബോഡി ഫിറ്റ് എന്ന് പറഞ്ഞ ജിമ്മ് ഇവിടെ കുറുപ്പുംപടിയിലുള്ളത്. അവിടെ പോയതിന് ശേഷം വന്നിട്ട് നിങ്ങൾക്ക് ചില വർക്കൗട്ട്സ് കാണിച്ചു തരാം. അതായത് രാവിലെ ഞങ്ങൾ ഒരു 20 മിനിറ്റോളം ചെയ്യുന്ന ഒരു വർക്കൗട്ടുണ്ട്. അത് വാമപ്പാണ്. ഫുൾ ബോഡി അതിനകത്ത് ഗുണം കിട്ടും. അത് രാവിലെയും വൈകിട്ടും നിങ്ങൾ ചെയ്താൽ അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്കുണ്ടായിരിക്കും. മറ്റ് വലിയ ഭാരം എടുക്കുന്ന പോലുള്ള അല്ലെങ്കിൽ ഭാരം ഉയർത്താനുള്ള രീതിയിൽ ഉള്ള എക്സസൈസിൻ്റെ ആവശ്യമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാൽ പോലും ഈ എക്സസൈസ് മസ്റ്റായിട്ട് ഒരു നേരമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ബോഡിയുടെ ഓരോ ഭാഗത്തിനും വേണ്ടിയുള്ളതാണ്. ആദ്യത്തെ സെറ്റ് ഓരോന്നും 10 തവണ ആവർത്തിക്കണം. രണ്ടാമത്തേത്, അതായത് ഫുൾ ബോഡി വരുമ്പോൾ അത് 20 തവണയാണ് ഓരോന്നും ആവർത്തിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞുതരാം. 10 തവണ ചെയ്യേണ്ടത് 1, 2, 3, 4, 5 ഇങ്ങനെ 10 തവണ. 1, 2, 3, 4, 5 അങ്ങനെ 10 തവണ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 3, 4, 5, 6 അങ്ങനെ 10. 1, 2, 3, 4 അങ്ങനെ 10. 1, 2, 3, 4 അത് 10. 1 ക്ലോക്ക് വൈസിൽ 1, 2 ഇത് 10. ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് 10. അത് കഴിഞ്ഞാൽ വീട് കൈയുടെ ഷോൾഡറിന് തന്നെ ഇത് അത് 10. ഇത് 10. ഇത് 10. ഇത് 10. അങ്ങനെ ഷോൾഡർ കഴിഞ്ഞു. ഇനിയും ഇത് ക്ലോക്ക് വൈസിൽ 10 തവണ, ആൻറ്റി ക്ലോക്ക് വൈസിൽ 10 തവണ. അതിൻ്റെ കൂടെ കാല് കാണാൻ പറ്റുന്നില്ല അല്ലേ? 1, 2, 3, 4, 5, 6 ഇങ്ങനെ 10. അത് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ഇത് 10, ആൻറ്റി ക്ലോക്ക് വൈസ് 10. അതിന് 2 കാല് സ്ട്രെയിറ്റ് 1, 2, 3 എന്ന് 10 തവണ. 1, 2, 3 തിരിച്ച് 1, 2, 3 10 തവണ. അങ്ങോട്ടും ഇങ്ങോട്ടും 10 തവണ. അത് കഴിഞ്ഞാൽ ഇതാ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി ഇടയ്ക്ക് വല്ലതും മറന്നു പോയോ എന്നൊരു സംശയമില്ല. അതില്ല. ഇത് ഈ ഭാഗം കഴിഞ്ഞു. ഇനി താഴത്തേക്ക് കൊണ്ടുപോയി എൻ്റെ കുഞ്ഞ് താഴ്ഭാഗത്തേക്കുള്ള ഇത് 10 തവണ. അത് കഴിഞ്ഞ് കാലിച്ച് തളർത്തി വെച്ച് ഒരുപാട് അളക്കണ്ട. ഈ ഷോൾഡർ ലെവലിൽ അളത്തി വെച്ചാൽ മതി. ഇങ്ങനെ മുട്ട് വളയ്ക്കാതെ ഇത് 10 തവണ. അതുതന്നെ അതിൻ്റെ ഒരു ചുട വ്യത്യാസപ്പെടുത്തി 1, 2, 3, 4, 5 ഇത് 10 തവണ. 1, 2, 3, 4, 5 10 തവണ. അടുത്തത് ഈ കാലിൽ 2 കാലും കൊണ്ട് തൊടുക. ഇത് 2 കൊണ്ട് തൊടുക. മൂന്നാമത്തെ തൊട്ടിട്ട് തൊട്ട വശത്തു നിന്ന് തിരിഞ്ഞിങ്ങനെ വരിക. വീണ്ടും
സെയിം രീതിയിൽ 10 തവണ. ഏത് കാലിലാണോ ആദ്യം തൊടുന്നത് മറ്റേ കാലിൽ തൊട്ടിട്ട് വീണ്ടും ആ കാലിലേക്ക് വന്ന് ഇങ്ങനെ 10 തവണ. അതുപോലെ തന്നെ തിരിച്ച് 1 2 3 1 2 3 രണ്ടാമത്തെ 1 2 3 ഇങ്ങനെ 10 തവണ. ഇത്രയാകുമ്പോൾ നമ്മുടെ സാധാരണ വാമപ്പിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കാം, നമുക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം കുടിക്കാം. അതിന് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഒരുപാട് നേരം റെസ്റ്റ് ചെയ്യണ്ട, നമുക്ക് ഫുൾ ബോഡി തുടങ്ങാം. ഫുൾ ബോഡി തുടങ്ങുമ്പോൾ ഓരോന്നും 20 തവണയാണ്. 1 2 3 4 5 അങ്ങനെ 20 തവണ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ജയെന്ന് പേരിട്ട ഒരു ഇതാണ് ചെയ്യുന്നത്. 1 2 3 4 കോണോട് കോൺ, അതിൻ്റെ കൂടെ കാല് പൊക്കുക വേണം. 5 6 കാഫ് മസിൽസിന് ഗുണം ചെയ്യുന്നതാണ്. അങ്ങനെ 20 തവണ. ഇനി കൈ മുകളിൽ സപ്പോർട്ട് ചെയ്യുക. കാല് 1 2 3 4 5 6 ഇങ്ങനെ 20 തവണ. അല്ല 20 തവണ കേട്ടോ, 10 അല്ലേ. അത് കഴിഞ്ഞ് ഈ കൈ ഷോൾഡർ വയ്ക്കുക. 1 2 3 4 5 20 തവണ. അത് കഴിഞ്ഞാൽ ഒരു കൈ വേണേൽ സപ്പോർട്ട് ചെയ്യാം. ഒരു കാല് പുറകിലേക്ക് വെക്കുമ്പോൾ കൈ മാക്സിമം പുറകിലേക്ക് പോവുക. ഈ കാല് പോകുമ്പോൾ ഈ കൈ പുറകിലോട്ട് വേണം. ഓപ്പോസിറ്റ് കൈയും കാലും. കിക്ക് 2 3 ഇത് 10 തവണ ഒരു കാലിന്. മറ്റേ കാലിലും പുറകിലേക്ക് പോവും. കിക്ക്. ദൈവമേ, ഇപ്പം എൻ്റെ കൽബ് പോയല്ലേ. അങ്ങനെ 10 തവണ. 2 കാലും കൂടെ 20 തവണ. അത് കഴിഞ്ഞാൽ ശരിക്കും ജമ്പിങ് ജാക്സ് ആണ് വേണ്ടത്. വെയിറ്റ് ഓവർ ബോഡി വെയിറ്റ് ആയതുകൊണ്ട് ജമ്പിങ് ജാക്സിന് പകരമുള്ളത് പ്രായമായാലും മണ്ണ് കൂടുതലായിട്ട് ഓവർ വെയിറ്റ് ആണെങ്കിലും ഇതേ ചെയ്യാമോ. കാല് വെറുത്ത് ചേർത്ത് വയ്ക്കുക, കാല് വെറുത്ത് ചേർത്ത് വയ്ക്കുക. ഇങ്ങനെ 20 തവണ. ഇത്രയുമാണ് രാവിലെ ചെയ്യുന്ന വർക്കൗട്ട്. ഇതെല്ലാം കൂടെ ഒരു 20 മിനിറ്റ് വർക്കൗട്ട് ഉണ്ട് കേട്ടോ. ഡെയിലി നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കണേ. ഹലോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ വീഡിയോ പൂർണ്ണമാകണമെങ്കിൽ 1-2 കാര്യം കൂടെ കൂട്ടിച്ചേർക്കണം. അപ്പം വിട്ടുപോയ കാര്യം ആദ്യം പറയാം. നമ്മൾ കാർഡിയോ അല്ല, ഫുൾ ബോഡി എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യത്തെ 10 എണ്ണം ചെയ്യുന്നതിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു സെറ്റേ ചെയ്യുള്ളൂ. പക്ഷേ ഫുൾ ബോഡി എക്സസൈസ് 20 എണ്ണം വെച്ച് ചെയ്യുന്ന കാര്യമില്ലേ, അത് എല്ലാം 2 തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് ഞങ്ങൾ ജിമ്മിലൊക്കെ ചെയ്യുന്ന കാർഡിയോ എക്സസൈസ്, അതായത് മെഷീനിലേക്ക് കയറുന്നു. ത്രെഡ്മില്ല്, പിന്നെ സൈക്ലിങ്ങിന് ചരിഞ്ഞിരുന്ന് കൂനിയിരുന്ന് വയറും കൂടെ മുട്ടുന്ന രീതിയിൽ ചാരി ഫ്രണ്ടിലേക്ക് ഇരുന്നിട്ടാണ് സൈക്കിൾ ചവിട്ടുന്നത്. അപ്പം വയറിനും കൂടെ അത് എഫക്റ്റീവ് ആവും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ സൈക്ലിങ്ങിൻ്റെ കൂടെ തന്നെ മെഷീൻ തന്നെ ഇങ്ങനെ കൈയും കൂടെ അനക്കി ചെയ്യുന്ന ഒരു കാര്യം. മുകളിലോട്ട് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഗുണമാണ്. അപ്പോൾ അതിൽ ഒരു 10 മിനിറ്റ് അതിലൊക്കെ റീഡിങ് കാണിക്കും എത്ര കലോറി കളയുന്നതെന്ന്. ഒരു 50 കലോറിയൊക്കെ കളഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൊണ്ട് നമുക്ക് സുഖമായിട്ട് കളയാം. അങ്ങനെ അതായത് അതിൻ്റെ ഓരോ ഇതും കൂട്ടിയിട്ടാലേ നമുക്ക്, അല്ലെങ്കിൽ കൂടുതൽ സ്പീഡ് ചെയ്താലേ നമുക്ക് അത് കലോറി കൂട്ടാൻ പറ്റുള്ളൂ. അല്ലെ ഇൻക്ലൈൻ എന്ന് പറയും. ത്രെഡ്മില്ലിലാണ് ഇൻക്ലൈനും കൂട്ടിയിടുമ്പോൾ നമുക്ക് കലോറി കൂടുതലായിട്ട് പോകും. ഇടയ്ക്ക് ഒരു പ്രാണി വന്ന് വീഴും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പം നിങ്ങളോട് ഞാൻ എക്സസൈസൊക്കെ ചെയ്യാൻ പറഞ്ഞില്ലേ,
ആ എക്സസൈസ് എല്ലാം ചെയ്ത് ഈ 3 വട്ടം ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഭാരം ഒന്നും പൊക്കാൻ പറ്റത്തില്ല, വീട്ടിൽ പറ്റുന്നില്ല, 2 കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് വേണമെങ്കിൽ നമുക്ക് മസിലൊക്കെ കാത്തു സൂക്ഷിക്കാവുന്ന കാര്യമേ ഉള്ളൂ, അത് ബിൽഡ് ചെയ്തെടുക്കാം. പക്ഷേ അതൊന്നും ചെയ്തില്ലെങ്കിലും ഈ ഫുൾ ബോഡി എക്സസൈസ് കഴിയുമ്പോൾ നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ മറന്നു പോകരുത്. കാര്യം സ്ട്രെച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ബോഡി പെയിൻ കൂടുതലായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ശേഷവും നമ്മൾ ജിമ്മിൽ നിന്ന് പോരുന്നതിന് മുമ്പ് സ്ട്രെച്ചിങ് ചെയ്തിരിക്കും. അതിപ്പോൾ കാർഡിയോ കഴിഞ്ഞിട്ടാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓരോ തൈസിന്, ബൈറ്റ്സിന്, വിങ്സിന്, ഷോൾഡറിന്, അങ്ങനെ ഓരോ അഡോമൻ, ലെഗ്, അങ്ങനെ ഓരോന്നിനും പ്രത്യേകം ദിവസങ്ങളാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, വയറിന്, അതായത് അഡോമൻ, അതിന് എല്ലാ 2 ദിവസം കൂടുമ്പോഴും, അതായത് ആഴ്ചയിൽ 3 തവണ ഞങ്ങൾ ചെയ്തിരിക്കും. കാര്യം വയറാണല്ലോ പ്രധാനം, എല്ലാവർക്കും വയറാണല്ലോ കുറയേണ്ടത്. അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആബ്സിനാണ്. അപ്പോൾ അതനുസരിച്ച് ആബ്സിൻ്റെ ആഴ്ചയിൽ 3 തവണ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന സ്ട്രെച്ചിങ്, റിലാക്സ് ചെയ്യാൻ വേണ്ടി, മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി. അത് ഇതിൻ്റെ കൂടെ കാണിച്ചു തന്നാലല്ലേ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ്, നിന്നുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. ആദ്യം തലയ്ക്ക് നല്ല ബലം കൊടുത്തിട്ട് ഈ സൈഡിലേക്ക് ബലം കൊടുത്തിട്ട് ആ സൈഡിലേക്ക് വലിക്കുക. 1, 2, 3, 4, 5, 6, അങ്ങനെ 10 വരെ എണ്ണുക. ഈ സൈഡിലേക്ക് വലിക്കുക. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ബലം കൊടുത്തുകൊണ്ട് ഈ സൈഡിലേക്ക് വലിക്കുക. അങ്ങനെ 10 വരെ എണ്ണുക. അത് കഴിഞ്ഞാൽ 2 കൈയും പുറകിലോട്ട് വെച്ച് താത്തി വെച്ചിട്ട് ഇങ്ങനെ താത്തി ബലം കൊടുക്കുക. മുകളിലേക്ക് തലയ്ക്ക് ബലം കൊടുത്തിട്ട് താഴത്തേക്ക് പ്രസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഇങ്ങനെ മുകളിലേക്ക് പ്രസ് ചെയ്യുക, താഴത്തോട്ട് ബലം കൊടുക്കുക. അത് കഴിഞ്ഞാൽ തലയുടെ കഴുത്തും കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ട ഷോൾഡറിൻ്റെ കൈയുടെയൊക്കെയാണ്. അപ്പോൾ ഷോൾഡറിൻ്റെ എന്താ ചെയ്യേണ്ടത്, ഈ കൈ ബാക്കിലേക്ക് മാക്സിമം ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചിട്ട് വലത് കൈ ഇറക്കി വെച്ചാൽ ഇടത് കൈ കൊണ്ട് മാക്സിമം സൈഡിലേക്ക് വളരും. 10 വരെ ഇടുക. ഇടത് കൈ പിടിക്കുക, താഴത്തേക്ക് പിടിക്കുക, എന്നിട്ട് വലത് കൈ ക്രോസ് ചെയ്ത് പിടിക്കുക. 1, 2, പിന്നെ ഈ കൈ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇത് പിടിച്ചിട്ട് പ്രസ് ചെയ്യുക. 10 സെക്കൻഡ്. ഈ കൈ ഇതുപോലെ ക്രോസ് ചെയ്ത് 10 സെക്കൻഡ് പിടിക്കുക. താത്തി വെച്ചിട്ട് ക്രോസ് ചെയ്ത് 10 സെക്കൻഡ് പിടിക്കുക. ഇത് ഇങ്ങനെ ബലത്തിൽ പിടിക്കുക 10 സെക്കൻഡ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ ഈ ഭാഗം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വേണം. ഞാൻ ക്യാമറയ്ക്ക് വേണ്ടിയാണ് ഇതിങ്ങനെ വെക്കുന്നത്. രണ്ട് കൈയും പ്രസ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞാൽ ഇതിങ്ങനെ കോർത്ത് ഈ കൈയെ മുകളിലേക്ക് പൊക്കുക, കാലൊന്ന് പൊക്കുക. ഈ സൈഡ് ചെരിയുക, ഈ സൈഡും ചെരിയുക. ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സൈഡ് താത്തി ഇങ്ങനെ പ്രസ് ചെയ്യുക, ഈ സൈഡ് താത്തി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഈ കൈ ഇങ്ങനെ കൊണ്ടുപോയി താഴെ കൊണ്ടുപോയി കാല് കൃഷ്ണൻ്റെ കാല് പോലെ മുന്നോട്ടെടുത്ത് വെച്ച് ചേർത്ത് വെച്ചിട്ട് താഴെ മാക്സിമം കുഞ്ഞ് 3 തട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. മറ്റേ കാലും അതുപോലെ ഫ്രണ്ടിലേക്ക് വെച്ച് പിണച്ച് വെച്ച് 3 വട്ടം പ്രസ് ചെയ്യുക താഴത്തോട്ട് മാക്സിമം. ഇതാണ് സ്ട്രെച്ചിങ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വേദനയൊക്കെ പിറ്റേ ദിവസം നന്നായിട്ട് കുറഞ്ഞിരിക്കും. ചെയ്യാതിരുന്നാൽ നല്ല വേദനയായിരിക്കും. അതുപോലെ കാലിൻ്റെയും കൈയുടെയൊക്കെ എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ അതിനു വേണ്ടി സെപ്പറേറ്റ് സ്ട്രെച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.